ലൈഫ് സ്കില്ലിൽ ഫസ്റ്റ് പോയിന്റ് തന്നെ അവയർനെസ് ആണല്ലേ. അവയർനെസ് എന്ന് പറയുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ, എല്ലാം നല്ലതാക്കിയുള്ള ധാരണയല്ല ഉദ്ദേശിച്ചത്, കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ സ്ട്രെങ്ത് എന്താ അറിയണം, നമ്മളെ വീക്ക്നെസ് അറിയാം, നമ്മൾ പോസിറ്റീവ് അറിയണം, നമ്മൾ നെഗറ്റീവ് അറിയണം, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് അറിയാം. ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ കഴിവിനെ കുറിച്ചിട്ട് നമുക്കറിയണം അല്ലേ. നമ്മളെ കഴിവിനെ കുറിച്ചിട്ട്, നമ്മളെ കഴിവിനെ എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുള്ളവരായിരിക്കും അല്ലേ. ചില ആളുകൾക്ക് വെറൈറ്റി കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ജോഹരി വിൻഡോയിൽ നമ്മളെ കഴിവിനെ 4 തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 4 തരത്തിലുള്ള നിങ്ങളുടെ കഴിവുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ ഓരോ പോയിന്റ് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ടാലൻ്റൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് നിങ്ങളൊരു നല്ലൊരു സ്റ്റേജിലോട്ട് എത്താൻ നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് തന്നെ പറയാം, ഓപ്പൺ സ്കില്ല്. ഓപ്പൺ സ്കില്ല് എന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് ആ കഴിവുണ്ട്, അതുപോലെ നമ്മുടെ ചുറ്റുള്ള ആളുകൾക്കും അറിയാം ഈ കഴിവുണ്ടെന്ന് അല്ലേ. എല്ലാ ക്ലാസ്സിലുണ്ടാവും ഒരു പാട്ടുകാരന്. ആരെങ്കിലും പാട്ട് പാടുമെന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും അവൻ്റെ പേര് പറയും, അവനത് നിഷേധിക്കാതെ അവിടെ പോയിട്ട് പാട്ട് പാടും അല്ലേ. ഇങ്ങനത്തെ ഒരു കുട്ടി എല്ലാ ക്ലാസ്സിലും പൊതുവേ കാണാറുണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ മനസ്സിലൂടെ ആരോ ഒരു മുഖം പോയി അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കഴിവുകളുണ്ടാവും, അതായത് ഓപ്പൺ സ്കില്ല്. ഈ ഓപ്പൺ സ്കില്ലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നമുക്കിതറിയാം, വേറെ ആരെങ്കിലും പറയാം എനിക്ക് ഈ കഴിവുണ്ട് പറഞ്ഞാൽ ഓക്കെ, നമ്മളത് സമ്മതിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിരിക്കും. കാരണം നമുക്കിതറിയാമെന്ന് നമുക്ക് നല്ല കൃത്യമായ ധാരണയുണ്ട്, നമ്മളുടെ കഴിവിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. സോ നമ്മളത് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും, നമുക്കത് ചെയ്യാൻ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബ്ലൈൻഡ് സ്കില്ല്. അതായത് നമുക്കറിയില്ല നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന്, പക്ഷേ നമ്മളെ ചുറ്റുള്ളവർക്കറിയാം നമുക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത കഴിവുകളാണ് ഇങ്ങനത്തെ ബ്ലൈൻഡ് സ്കില്ലിലുണ്ടാവുക. അതായത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരിക്കില്ല. കാരണം നമ്മളിത് ചെയ്താൽ ശരിയാവുമെന്ന് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കും. നമ്മൾ പാട്ട് പാടിയാൽ ശരിയാവുമോ? ചില കവികളൊക്കെ ഉണ്ട്, നന്നായിട്ട് കവിത എഴുതും, നല്ല കഥകളൊക്കെ എഴുതും, പക്ഷെ ആരെ മുന്നിലും കാണിക്കില്ല, കാണിക്കാൻ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവില്ല. എൻ്റെത് മോശമായിട്ട് ആളുകൾ വിചാരിക്കുമെന്നല്ലേ. യാദൃശികമായിട്ട് പല കവികളുടെയും കവിതകളൊക്കെ കണ്ടിട്ട് ഇത് നല്ലതാണെന്ന് ബാക്കിയുള്ളവർ പറഞ്ഞ് പബ്ലിഷ് ചെയ്ത് ഫേമസ് ആയ ഒരുപാട് കവികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള സ്കിൽസ് അവർക്കറിയില്ല, അല്ലെങ്കിൽ നമുക്കറിയില്ല നമ്മുടെ കഴിവ് എന്താണെന്ന്. നമ്മളെ ചുറ്റുള്ള പലർക്കും ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മളെ കഴിവ് എന്താണെന്ന്. ഇത്തരം കഴിവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ കോൺഫിഡൻ്റ് ഉണ്ടാവില്ല, നമ്മളത് അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ ഓപ്പൺ സ്കില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞിട്ടുള്ള ബ്ലൈൻഡ് സ്കില്ല്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഹിഡൻ സ്കില്ല്. അതായത് ഹിഡൻ സ്കില്ല് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കറിയും നമുക്കിങ്ങനെ ഒരു കഴിവുണ്ട്, അതായത് നമുക്ക് ഇന്ന് ടാലൻ്റ് ഉണ്ട് നമ്മളെ ഉള്ളിൽ അറിയും, പക്ഷേ നമ്മളെ ചുറ്റുള്ളവർക്ക് അറിയില്ല അല്ലേ. അപ്പം നമ്മളത് പ്രൂവ് ചെയ്താലേ ബാക്കിയുള്ളവർക്ക് നമുക്കിങ്ങനെ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മടിച്ച് ബാക്കോട്ട് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. ഇപ്പോൾ ചില ക്ലാസ്സിലൊക്കെ കാണൂലേ, ഒരുപാട് കഴിവുള്ള കുട്ടികൾ ബാക്കിലുണ്ടായിരിക്കും, എന്നാലും ചില ടീച്ചേഴ്സിനെ അറിയില്ല ഈ കുട്ടിക്ക് ഇങ്ങനത്തെ കഴിവുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റീസൊക്കെ ഉണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ളിൻ്റെ ഉള്ളിൽ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടായിരിക്കും ഓക്കെ ലീഡർ ആവാൻ ഞാൻ കോൺഫിഡൻ്റ് ആണ് ആൻഡ് എന്നെക്കൊണ്ട് പറ്റുമെന്നൊക്കെ ആ കുട്ടിയുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ ടീച്ചേഴ്സോ അല്ലെങ്കിൽ മറ്റു കുട്ടികളോ തിരിച്ചറിയാതെ ആ ഒരു അവസരം നിഷേധിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും. അതുപോലെ ഹിഡൻ ആയിട്ടുള്ള കഴിവുകൾ, നമ്മളെ കഴിവ് നമുക്കറിയാം, ബാക്കിയുള്ളവർക്ക് അറിയില്ല, നമ്മൾ പുറത്തോട്ട് എടുക്കണം അല്ലേ. അപ്പോഴാണ് നമുക്ക് ആ കഴിവിന് അംഗീകാരവും അതിൻ്റെ പോരായ്മകൾക്ക് നികറ്റി നമുക്ക് കുറച്ചുകൂടെ പരിപോഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കഴിവുള്ളവരെന്ത് ചെയ്യുക, എന്ത് കഴിവുണ്ടെങ്കിലും പുറത്തെടുത്തിട്ട് ഷോ ചെയ്യാം, സംയോജിതമായിട്ട് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് അൺനോൺ സ്കില്ല്. അൺനോൺ സ്കില്ല് എന്ന് വെച്ചാൽ നമുക്കും അറിയില്ല നമുക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന്, അവർക്കും അറിയില്ല നമുക്കിങ്ങനെ ഒരു കഴിവുണ്ടെന്ന്. പക്ഷേ ഇങ്ങനെ കേൾക്കുമ്പോൾ അതെന്ത് കഴിവാ, ആർക്കും അറിയാത്തൊരു കഴിവ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ? പക്ഷെ അങ്ങനെയല്ല. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഈ കഴിവ് പുറത്തോട്ട് വരും. ഇപ്പോൾ ഞങ്ങൾ പണ്ട് പഠിച്ച സമയത്ത് ഒരു ടീച്ചർ, കുറച്ച് മാസങ്ങളെ ആ ഒരു സംഭവം മുന്നോട്ട് പോയുള്ളൂ, പക്ഷേങ്കിലും ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. അതായത് വീക്ക്ലി ലീഡേഴ്സ് മാറുക, ഓരോ വീക്കിൽ ഓരോ ലീഡേഴ്സ്. അപ്പോൾ ആരൊക്കെ ഉള്ളിൽ ഇതുപോലെ കഴിവുകളുണ്ട്, ആരൊക്കെ എന്തൊക്കെ പെർഫോം ചെയ്യുന്നൊക്കെ ടീച്ചേഴ്സിന് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീക്ക്ലി ആക്കുന്നത്.
അപ്പോൾ അത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എന്താകും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുട്ടികൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഷോ ചെയ്യും, നന്നായിട്ട് പെർഫോം ചെയ്യും അല്ലേ. അതുപോലെ പല പരിപാടിയിലും നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കുട്ടിയെ സെലക്ട് ചെയ്യുന്നു, ആ കുട്ടി കളിക്കുന്നൊന്നും നമുക്കറിയില്ല, ആ കുട്ടിയും പറയുന്നു എനിക്ക് ഇങ്ങനെ മുൻ പരിചയമൊന്നുമില്ല, പക്ഷേ അതിലോട്ട് ഇറങ്ങുമ്പോൾ ആ കുട്ടീൻ്റെ ഉള്ളിലുള്ള ആ ഒരു ടാലൻറ്റ്, അതായത് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുമ്പം അത് ഡെവലപ്പ് ആക്കി വരും. ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ ആവുന്നതിൻ്റെ മുന്നേ ധോണിക്കറിയുമെന്ന് അറിയില്ല, പക്ഷെങ്കിലും പുറത്തുനിന്ന് നോക്കുന്ന നമ്മളെ കേസിലൊക്കെ നമുക്കെന്താ അത്രയും നല്ല ക്യാപ്റ്റനായിട്ട് വരാൻ പറ്റുമോ എന്ന് നമുക്കൊക്കെ കൺഫ്യൂഷനായിരിക്കും. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റൻ ആയതിൻ്റെ ശേഷം ബെസ്റ്റ് ക്യാപ്റ്റനായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റി അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അൺനോൺ സ്കില്ലിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരുപാട് അൺനോൺ സ്കില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അൺനോൺ സ്കില്ലിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ എല്ലാ ഓപ്പർച്യൂണിറ്റീസും അങ്ങ് യൂസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഉണ്ടാവും അല്ലേ, ഈ അങ്ങാടി ചന്തകളിലൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേർച്ച അങ്ങനത്തെ ഫെസ്റ്റിവലിനൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ ബലൂണൊക്കെ പൊട്ടിക്കുന്നൊക്കെ പരിപാടികളുണ്ടാവും, ഉത്സവത്തിനൊക്കെ അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് കഴിയൂല എന്ന് വിചാരിച്ച് നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഷൂട്ടിംഗ് ഇതുണ്ടോ, നമുക്ക് ഫോക്കസ് കിട്ടുന്നുണ്ടോ, അത് എല്ലാ കാര്യവും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക, മാക്സിമം അത് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോഴാണ് നമുക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റില്ലേ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് എത്രമാത്രം നമ്മളെ പ്രൊട്ടക്ഷൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനെങ്കിലും പറ്റും. അപ്പോൾ എല്ലാ ഓപ്പർച്യൂണിറ്റീസും എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ചിലപ്പം വർക്കാവില്ല, പക്ഷേങ്കിൽ എല്ലാവർക്കും എല്ലാ കഴിവുണ്ടാവില്ലല്ലോ. പക്ഷേ നമ്മുടെ ഉള്ളിലെ ഹിഡൻ അൺനോൺ ആയി കിടക്കുന്ന ആ ഒരു ടാലൻറ്റിനെ നമുക്ക് ഇതിലൂടെ പരിപോഷിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് എത്താം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.